ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു നാരങ്ങാച്ചാറാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 10 ചെറുനാരങ്ങ വാട്ടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ആവിയിലാണ് വാട്ടിയെടുത്തത്. വെള്ളത്തിലിട്ട് വാട്ടിയെടുത്താൽ ഇതിൻ്റെ നാരങ്ങ നീരൊക്കെ കുറച്ച് പോകും. അതുകൊണ്ട് ആവി വാട്ടിയെടുത്ത് അരിഞ്ഞ് വെച്ചേക്ക് നാരങ്ങയാണ്. നമ്മളൊരു 7 ഈന്തപ്പഴം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കൂടാതെ ഇച്ചിരി ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഇച്ചിരി വെള്ള പച്ചമുളക്, കാന്താരിയാണ്. അതാണ് നമ്മൾ ഇന്ന് അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമ്മളെപ്പോഴും നല്ലെണ്ണയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പം നമ്മൾ നല്ലെണ്ണ ശകലം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കതിലോട്ട് ഉലുവായും കടുകും ഇട്ട് കടുക് പൊട്ടിക്കാം. അച്ചാറിന് വേണ്ടിയിട്ടുള്ള നല്ലെണ്ണ ചൂടാക്കി നമ്മൾ കടുകും ഉലുവായും കൂടി പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും എല്ലാം കൂടി നമ്മളിന്ന് ഒന്ന് വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴഞ്ഞ് വരട്ടെ. അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 4 സ്പൂൺ മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. ശകലം ഉലുവാപ്പൊടി, ഇച്ചിരി കായപ്പൊടിയാണ് നമ്മൾ അച്ചാറിന് വേണ്ടി എടുത്തേക്കുന്നത്. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടെ ഇച്ചിരി വഴന്നിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിനകത്തിലോട്ട് അരിഞ്ഞു വെച്ച നാരങ്ങയാണ് ഇടുന്നത്. നാരങ്ങ ഒന്ന് ഇളക്കണം. ഇളക്കിയിട്ട് നമുക്ക് ഇതിനകത്തിലോട്ട് അരിഞ്ഞു വെച്ച് ഈന്തപ്പഴം കൂടെ നമുക്കിടാതെ. ഇത് നമ്മൾ കുറച്ച് നേരം ഇനി ചൂടാക്കണം. ഇച്ചിരി നേരം ചൂടാക്കിയിട്ട് വേണം നമുക്ക് പൊടി ചേർക്കാൻ. നാരങ്ങ എല്ലാം ഒന്ന് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1 സ്പൂൺ ഉപ്പുപൊടിയാണ് ഇടുന്നത്. ഉപ്പുപൊടിയും കൂടി തന്നെ ഇളക്കണം. ഇതൊന്ന് വാടി വരുന്നു. നന്നായിട്ട് വാട്ടിയെടുത്തതായിരുന്നു. അപ്പം ഇതൊന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇതാവട്ടെ. എല്ലാം കൂടെ ഒന്ന് യോജിക്കട്ടെ. ഇതെല്ലാം ഒന്നായി വന്നിട്ടുണ്ട്. നമുക്കപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഒന്ന് ചേർക്കാം. അപ്പം നമ്മൾ ശകലം കായപ്പൊടി, ഇച്ചിരി ഉലുവാപ്പൊടി, ഒരു 3 സ്പൂൺ മുളക് പൊടിയുമാണ് ഇതിന് വേണ്ടി ചേർക്കുന്നത്. അപ്പം നമ്മൾ പൊടികളെല്ലാം ചേർത്ത് ഒന്ന് ചൂടാക്കുന്നുണ്ട്. ഇതിൽ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. അപ്പോൾ ഈന്തപ്പഴം ഇട്ട് വെക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ഇതെല്ലാം ഇപ്പോൾ റെഡി ആവുന്നുണ്ട്. ഇനി ഒരു ശകലം വിനാഗിരിയും കൂടി ഇതിലൊഴിക്കണം. ഇച്ചിരി വിനാഗിരി കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. ഒരു 2 സ്പൂൺ വിനാഗിരിയാണ് ചേർക്കുന്നത്. ഇത്രയും മതിയാകും. നോക്കിക്കേ കൂട്ടുകാരെ, നല്ല അടിപൊളി നാരങ്ങാച്ചാറായില്ലേ. ഇനി ഒരു ശകലം നേരം ഒന്ന് ചൂടായിട്ട് വേണം നമ്മൾ ഓഫാക്കി വെക്കാനായിട്ട്. നന്നായിട്ട് ആറിക്കഴിഞ്ഞിട്ട് നല്ല കട്ടിയുള്ള കുപ്പി ഭരണിക്കകത്ത് നമ്മൾ കോരി വെക്കണം. 2 ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.